ഹലോ ഫ്രണ്ട്സ്, പുതിയ അപ്ഡേറ്റിന് ശേഷം എല്ലാവരും കളിച്ചങ്ങ് തകർക്കുകയാണല്ലേ. ഞാനും 3-4 കളികൾ കളിച്ച് നോക്കിയായിരുന്നു. പുതിയ ഗെയിം പ്ലേ ആണല്ലോ, എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. അത്യാവശ്യം നല്ല മാറ്റങ്ങൾ തന്നെ കഴിഞ്ഞ വട്ടത്തിൻ്റെ കളി വട്ടം ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഗെയിം പ്ലാനിൽ ഒരുപാട് ചേഞ്ചസ് അവർ വരുത്തിയിട്ടുണ്ട്. ഗെയിം പ്ലേയിൽ എനിക്ക് തോന്നുന്നു ഒരു 50-ൽ പരം ഗെയിം പ്ലേ ചേഞ്ചസ് അവർ വരുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ ഫ്രീക്കിലാണെങ്കിലും കോർണറിലാണെങ്കിലും ഡിഫൻസ് അറ്റാക്കിങ്ങിൽ എല്ലാത്തിലും നമ്മളെ ഗെയിം പ്ലാൻ തന്നെ ഒരുപാട് ചേഞ്ചസ് അവർ എടുത്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വട്ടം നമ്മൾ ട്രെയിൻ ചെയ്തിരിക്കുന്ന പ്ലെയർ, അതായത് നമ്മുടെ നിലവിൽ നമ്മളെ കിടക്കുന്ന പ്ലെയർ നമ്മൾ എങ്ങനെയാണോ ട്രെയിൻ ചെയ്തിരിക്കുന്നത് ആ ഒരു രീതിയിലല്ല ഈ വട്ടം വരുന്ന മാറ്റങ്ങൾ. ഈ വട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ വട്ടം കളിച്ച ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ഫീലും നമുക്ക് ഈ വട്ടം അതിൽ കിട്ടുന്നില്ല. ഈ വട്ടത്തെ ഗെയിം പ്ലേ ചേഞ്ച് ആയതുകൊണ്ടാണ് അതനുസരിച്ച് കളിക്കുക. ഡിഫൻസിലൊക്കെ ഒരുപാട് നല്ല വൃത്തിക്ക് മാറ്റങ്ങൾ ഈ വട്ടം സംഭവിച്ചിട്ടുണ്ട്. ഡിഫൻസൊക്കെ പലർക്കും കഴിഞ്ഞ വട്ടത്തെ പോലെ അത്ര ശക്തമായിട്ട് നിൽക്കുന്നില്ല. ഡിഫൻസൊക്കെ ഇറങ്ങി മാറുന്നതും ഡിഫൻസ് പൊട്ടുന്നതായിട്ടുള്ള ഫീലിങ്സ് പലർക്കും വരുന്നുണ്ട്. അത് ഈ വട്ടത്തെ ഗെയിം പ്ലേ അനുസരിച്ച് കളിച്ചാൽ അത് കാര്യങ്ങൾ നമുക്ക് കഴിഞ്ഞ വട്ടത്തെക്കാളും ഇമ്പ്രൂവ് ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്കതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ കോൺട്രാക്റ്റ് ഓപ്പൺ ആക്കാം. എൻ്റെ മക്കളെ, തുടക്കം തന്നെ കിട്ടിലും പാക്കാണല്ലോ കൊണാമി ആഡ് ചെയ്തേക്കുന്നത്. 2 പാക്കാണ് ആഡ് ചെയ്തേക്കുന്നത്. അതിലൊന്ന് 200 കാർഡുകൾ വരുന്ന ഒരു പാക്കാണ് ആഡ് ചെയ്തേക്കുന്നത്. 2 നമ്മുടെ സ്നൈഡറും ഈറ്റോയും ആണ്. ഡബിൾ ബൂസ്റ്റർ എപ്പിക് പാക്ക് ടോപ്പ് കാർഡുകളാണ് 2. അതുപോലെ തന്നെ ഷോർട്ട് ടൈം കാർഡ് 2 ആഡ് ചെയ്തിട്ടുണ്ട്. വിനീഷ്യസ് ജൂനിയറിൻ്റെയും ഡിയാസിൻ്റെയും കാർഡ്, ഡിയാസിൻ്റെ ഒരു ബ്ലിറ്റ്സ് കാർഡാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഷോർട്ട് ടൈം കാർഡാണ് 2. വിനീഷ്യസിൻ്റെ വിഷണറി പാസും മൊമെൻറ്റിങ് ട്രിബിളിങ് കാർഡുമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഈറ്റോടെ വരുമ്പം ആക്യുറേഷൻ ബസ്റ്റും ടൂർണമെൻ്റൽ ഫിനിഷിങ്ങും. നല്ല ടോപ്പ് കാർഡാണ് ഈ വട്ടം ആഡ് ചെയ്തിരിക്കുന്നത് പുതിയതായി. പക്ഷേ ആകെ ഉള്ളൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ 200 പ്ലെയേഴ്സ് ഉണ്ട്. അതാണ് പാട്. സ്പിൻ ചെയ്ത് ഊപ്പാട് വരും. എന്തായാലും ഞാൻ സ്പിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം എനിക്ക് ഓൾറെഡി സ്ട്രൈക്കറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല പാക്കാണ് കേട്ടോ. വിനീഷ്യസിൻ്റെ നല്ല ടോപ്പ് സ്പീഡ് കാർഡാണ് ഈ വട്ടം വന്നേക്കുന്നത്. ഹോൾ പ്ലെയർ കാർഡാണ് വിനീഷ്യസിൻ്റെ. ഡബിൾ ബൂസ്റ്റർ. ഡിയാസിൻ്റെ നല്ലൊരു ബ്ലിറ്റ്സ് കാർഡ് തന്നെയാണ്. ബ്ലിറ്റ്സ് ഇടാൻ അറിയാവുന്നവർക്ക് നല്ല ഉപകാരപ്പെടുന്നൊരു കാർഡുമാണ്. പോരാത്തന്നെ അത് AMF കാർഡാണ് ബ്ലിറ്റ്സ് വരുന്നത്. ക്രിയേറ്റീവ് പ്ലേ മേക്കർ കാർഡാണ് ബ്ലിറ്റ്സിൻ്റെ. നല്ലൊരു കാർഡ് തന്നെയാണ്. താല്പര്യമുള്ളവർ സ്പിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. കിട്ടിയാൽ മുതൽ തന്നെയാണ്. പിന്നെ സ്നൈഡറിനെ കുറിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഷൂട്ട് കിങ് അല്ലേ. ക്രിയേറ്റീവ് പ്ലേ മേക്കർ 25 വയസ്സുള്ള സ്നൈഡറുടെ കാർഡാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇന്റർ മിലാൻ്റെ കാർഡ്. അഡീഷണൽ സ്കിൽസ് ലോങ് റേഞ്ചർ. അടിച്ചങ്ങ് പോസ്റ്റ് പൊട്ടിക്കുക, അത് മാത്രമേ ഉള്ളൂ പുള്ളിയുടെ എയിം. അടുത്തതായി ഈറ്റോയുടെ ഒരു RMF കാർഡാണ്. നമുക്കിതിനു മുമ്പ് വന്നിട്ടുള്ളതൊക്കെ CF കാർഡാണ്. ഇവട്ടം RMF കാർഡാണ്. ഹോൾ പ്ലെയർ ആണ്. AMF ഇട്ട് കളിപ്പിക്കാൻ പറ്റുമായിരിക്കും. നല്ല ബുള്ളറ്റ് സ്പീഡാണ് പുള്ളിക്ക് വരുന്നത്. ഡബിൾ ബൂസ്റ്റർ നല്ല കാർഡ് തന്നെയാണ്. സ്പിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് സ്പിൻ ചെയ്ത് നോക്കാം. എന്തായാലും കിട്ടിയാൽ വെറുത്താണ്. 4-ൽ ഏത് കിട്ടിയാലും വെറുത്ത് തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പറയാൻ വന്നത് കഴിഞ്ഞ വട്ടത്തേക്കാളും ഈ വട്ടം 2026-ൽ വന്നേക്കുന്ന ചേഞ്ചസിനെ കുറിച്ചിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 50-ൽ പരം ചേഞ്ചസ് അവർ ഈ വട്ടം വരുത്തിയിട്ടുണ്ട്. നമ്മുടെ ഡിഫൻസിലും അറ്റാക്കിങ്ങിലും എല്ലാത്തിലും നമ്മളെ ഗെയിം പ്ലേയിൽ തന്നെ ഫുള്ള് ചേഞ്ചസ് അവർ വരുത്തിയിട്ടുണ്ട്. ഡിഫൻസ് കാര്യങ്ങളെല്ലാം ഒരുപാട് ചേഞ്ചസാണ് വരുത്തിയിരിക്കുന്നത്. നമ്മൾ 2025 കളിച്ചിരിക്കുന്ന സ്കോഡ്, അതായത് നമ്മുടെ സ്വന്തം സ്കോഡിൽ നമ്മൾ കൊടുത്തേക്കുന്ന പൊസിഷനിലാണെങ്കിലും നമ്മൾ കൊടുത്തേക്കുന്ന ട്രെയിനിങ്ങിനാണെങ്കിലും അത് വെച്ചിട്ട് 2026-ൽ വന്ന് നമ്മളത് കളിക്കുമ്പം 2025-ൽ കിട്ടിയിട്ടുള്ള ആ ഒരു എഫക്റ്റ് കാര്യങ്ങളൊന്നും നമുക്ക് ഈ 2026-ൽ ആ സെയിം ട്രെയിനിങ്ങിൽ നമുക്കത് കിട്ടുന്നില്ല. അങ്ങനെ ഒരുപാട് ചേഞ്ചസ് കാര്യങ്ങൾ വരുത്തിയിട്ടുണ്ട്. പേഴ്സണലി എനിക്കും അത് ഫീലായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഡിഫൻസിങ്ങിലും നമ്മുടെ അറ്റാക്കിങ്ങിലും ഒക്കെ ഗെയിം പ്ലേയിൽ നല്ല ചേഞ്ചസാണ് അവർ ഈ വട്ടം വരുത്തിയിരിക്കുന്നത് തന്നെ. അതുപോലെ തന്നെ 3-4 മാച്ചുകൾ നമ്മൾ കളിക്കുമ്പോൾ തന്നെ നമുക്ക് പുതിയ ഗെയിം പ്ലേ കാര്യങ്ങളെല്ലാം നമുക്കത് മനസ്സിലാക്കാനും അതനുസരിച്ച് നമുക്ക് നമ്മുടെ മാച്ച് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കാനും നമ്മുടെ ട്രെയിനിങ് ആണെങ്കിലും കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കാനും നമ്മുടെ പ്ലേയേഴ്സിനെ സ്കോഡിനെ എല്ലാം ഇമ്പ്രൂവ് ആക്കാനും നമ്മുടെ ഗെയിം പ്ലേയിൽ തന്നെ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതൊരു 3-4 കളി നമ്മൾ കളിച്ച് കഴിയുമ്പോഴത്തേക്കും അത് നമുക്കത് മനസ്സിലാവുന്നതായിരിക്കും. അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള കാര്യം വരുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രീ കിക്കും നമ്മുടെ കോർണർ കിക്കുമാണ്. ഫ്രീ കിക്കും കോർണർ കിക്കിലും നല്ല മാറ്റങ്ങൾ ഈ വട്ടം കൊണാമി വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വട്ടത്തിനേക്കാളും കുറച്ചുകൂടി സിമ്പിളായിട്ടാണ് ഈ വട്ടം കൊണാമി ഫ്രീ കിക്കും കോർണർ കിക്കും വരുത്തിയിരിക്കുന്നത്.
കാരണം കഴിഞ്ഞ വട്ടം എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ വട്ടം കർവ് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്താലേ നമുക്കത് ഗോളാക്കാൻ പറ്റത്തുള്ളായിരുന്നുള്ളൂ. ഈ വട്ടം അങ്ങനെയല്ല, നമുക്ക് ഹൈറ്റ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, നമ്മുടെ പ്രഷർ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കറക്റ്റ് പൊസിഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എവിടെയാണെന്ന് വെച്ചാൽ നമുക്കത് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ലാസ്റ്റ് സിപ്പിൽ തന്നെ നമുക്കത് ഫിനിഷ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഈ വട്ടം നല്ലൊരു മാറ്റമാണ് കൊണാമി അതിൽ വരുത്തിയിരിക്കുന്നത്. കുറച്ചുകൂടി സിമ്പിളായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വട്ടം കളിച്ച് വരുന്നവർക്ക് ഈ വട്ടം പുതിയൊരു ഗെയിം പ്ലാനിലോട്ട് വന്നതുകൊണ്ട് അത് ടഫായിട്ട് തോന്നാം. പക്ഷേ ഒരു 3-4 പ്രാക്ടീസ് എടുക്കുമ്പോഴത്തേക്കും അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. കഴിഞ്ഞ വട്ടത്തിനേക്കാളും എന്തുകൊണ്ടും സിമ്പിളാണ് ഇവിടുത്തെ ഫ്രീ കിക്കും കോർണർ കിക്കും നിങ്ങൾക്കത് മനസ്സിലാവും. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. 2-3 മാച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, ട്രെയിനിങ് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നതാണ്. ഒരു 3-4 പ്രാക്ടീസ് തന്നെ നിങ്ങൾക്കത് പഠിക്കാൻ പറ്റുന്നതാണ്. എനിക്കും ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷേ കഴിഞ്ഞ വട്ടത്തിനേക്കാളും സിമ്പിളാക്കിയാണ് ഈ വട്ടം കൊണാമി നമുക്ക് ഫ്രീ കിക്കും കോർണർ കിക്കും തന്നിരിക്കുന്നത്. ആദ്യം അഡ്ജസ്റ്റ് ചെയ്യുക, പ്ലേസിനെ അഡ്ജസ്റ്റ് ചെയ്യുക. റൊണാൾഡോ ഗോൾ. ജസ്റ്റ് ഇത് ഇങ്ങനെ സൈഡിലേക്ക് ആക്കുക. ഈ ഒരു ലൈനിൽ കൊണ്ടുവന്ന് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ ഗോൾ. നമുക്ക് ഫ്രീ കിക്ക് താഴ്ന്നുകൊണ്ടുള്ള ഫ്രീ കിക്കാണ് ഉദ്ദേശിക്കുന്നത്. അതായത് സൈഡ് വിങ് ചേർന്ന് ഒരു ബ്ലിറ്റ്സ് പോലെ ഫ്രീ കിക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഇതേണ്ട ഫ്രീ കിക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്ന സൈഡിൽ നിന്നും ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് മൂവ് ചെയ്ത് മാറ്റി പ്ലേസ് ചെയ്യണം. പോസ്റ്റിനോട് ചേർന്ന് കുറച്ച് അപ്പുറത്തോട്ട് വേണം പ്ലേസ് ചെയ്യാനായിട്ട്. ആദ്യം ഹൈറ്റ് ശ്രദ്ധിക്കണം. ഹൈറ്റ് കൂടാനോ കുറയാനോ പാടില്ല. ഹൈറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൻഡറിൻ്റെ ചെസ്റ്റിലോ ഹെഡിലോ തട്ടി ഡിഫൻഡഡ് ആവാം. പിന്നെ ഹൈറ്റ് കൂടിയാൽ ബോൾ സ്ലോ ആയിട്ട് പോകുന്നത് പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് കൂടാനോ കുറയാനോ പാടില്ല എന്നാണ്. കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിന് ശേഷം ഈ ലൈനിൽ പ്രസ് ചെയ്ത് നമ്മളെ പ്രഷർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് ബെൻഡ് ചെയ്ത് താത്ത് പോസ്റ്റിലോട്ട് ഗോൾ. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രണ്ട്സ് ഫ്രീ കിക്കും കോർണർ കിക്കും ഒക്കെ ഗോളാക്കേണ്ട രീതികൾ ഇങ്ങനെയൊക്കെയാണ്. ഇതിലും ബെറ്ററായിട്ട് ചെയ്യാൻ നിങ്ങളെ കൊണ്ടും പറ്റും. അത് ജസ്റ്റ് പ്രാക്ടീസ്, ഞാൻ പറഞ്ഞത് ജസ്റ്റ് പ്രാക്ടീസൊക്കെ ചെയ്ത് നോക്കിയാൽ മതി, ഇത് കിട്ടും. ഇതുപോലത്തെ ടിപ്സും കാര്യങ്ങളൊക്കെ കൂടുതൽ ഫ്രീ കിക്കിൻ്റെ വീഡിയോസും കൂടുതൽ കോർണർ കിക്സിൻ്റെ വീഡിയോസും അതുപോലെ തന്നെ പാസിങ്ങിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണെങ്കിലും ട്രിബിളിങ്ങിൽ വന്നിട്ടുള്ള ചേഞ്ചസ്, ആക്സലേഷനിൽ വന്നുള്ള ചേഞ്ചസ്, ഡിഫെൻഡിങ് ചേഞ്ചസ്, അറ്റാക്കിങ് ചേഞ്ചസ്, ഇതെല്ലാം ഉൾക്കൊള്ളിച്ച് വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അതെല്ലാം ഞാൻ പിന്നെ പറയാം. പിന്നെ അതുപോലെ തന്നെ വേറൊരു മാറ്റം വന്നേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ PvP മാച്ച് കളിക്കുമ്പോഴത്തേക്കും പ്ലെയർ ഇടയ്ക്ക് വെച്ച് ക്വിറ്റായി പോയി കഴിഞ്ഞാൽ നമുക്കത് ഹൈലൈറ്റോ കാര്യങ്ങളോ ഒന്നും കാണിക്കാൻ പറ്റില്ലായിരുന്നു. ഈ വട്ടം അത് കാണിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളും എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. കൂടുതൽ ഡീറ്റെയിൽസും കൂടുതൽ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ട്യൂട്ടോറിയൽ കാര്യങ്ങളും അതുപോലെ തന്നെ ചേഞ്ചസിനെ കുറിച്ചുള്ള കാര്യങ്ങളും മാച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 1vs1 മാച്ചും നടത്തുന്നുണ്ട്. ഫുൾ മാച്ചും ആ മാച്ചിൻ്റെ റിവ്യൂ കാര്യങ്ങളും എല്ലാം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി ഞാൻ വരുന്നവരെ ബൈ ബൈ.